ഹായ് ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ നമ്മളെ പെരുന്നാൾ ലീവ് കഴിഞ്ഞ് നമ്മളെ വീട്ടിലെത്തി. ഇപ്പോൾ സമയം 10 മണി ആയിക്കണേ. അപ്പോൾ മക്കളെ അംഗൻവാടിയൊക്കെ പറഞ്ഞേക്കണം. അപ്പം ഇന്ന് അംഗൻവാടിയിൽ ഇലക്കറിൻ്റെ ദിവസമാണ്. അപ്പം ഇല ആരെ വീട്ടിലുള്ള വെച്ചാൽ ഓല് കൊണ്ടുപോയി കൊടുക്കലാണ്. ആഴ്ചയിൽ ഒരു ദിവസം ഇലക്കറിയാണ്. അപ്പോൾ ഓരോരോ ദിവസം ഓരോരോ കറികളാണ്. ഇന്ന് ആദ്യമാണ് മുരിങ്ങ കൊണ്ടുപോണത്. 2 മരമുണ്ട് ഇവിടെ. അപ്പോൾ അയിമന്നും ഇതുമൊന്നും ഇങ്ങനെ ഒടിച്ചങ്ങനെ ഉണ്ടാക്കി കൊടുത്തേക്കാണ്. ഇലക്കറി ആണെങ്കിൽ എല്ലാ മക്കൾക്കും ഇഷ്ടമാണ് പറഞ്ഞു ടീച്ചർ. എല്ലാവരും നല്ലോണം ചോറ് കഴിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ മുരിങ്ങയൊക്കെ ഒടിച്ചങ്ങാണ്ട് കവറിലാക്കിങ്ങാണ്ട് ഞാൻ ബാഗിലാക്കി കൊടുക്കുകയാണ്. അപ്പോൾ അവരവിടെ എത്തിയാൽ ടീച്ചർക്ക് എടുത്തു കൊടുക്കും. അംഗൻവാടിക്ക് പറഞ്ഞയച്ചാൽ എന്താ പറയുക, ഒരുപാട് ശീലങ്ങൾ അവർ പഠിക്കും. ഒരു പോകാനും ഉഷാറാണ്. ഏതായാലും ഇപ്പം ഒന്ന് ഒരുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ കളിക്കോപ്പുണ്ട്, അത് കൊണ്ടുപോകണം. അപ്പോൾ ആ ബാഗിലിടണം. അത് ഞാൻ വാങ്ങി വെക്കുമ്പം പെരും കരച്ചിലാണ്. രണ്ടാൾക്കും കൊണ്ടുപോകണം. ഇന്നെ കാണാതെ ബാഗിലാക്കി കൊണ്ടുപോകലാണ് പതിവ്. ഇന്ന് ബാഗിലാക്കാൻ അവർക്ക് കൂടിയിട്ടില്ല. അപ്പോൾ അതിന് ഞാൻ കണ്ടിക്കണ്. ഇതെന്താ പറയുക, ഒരു ദിവസം കൊടുത്തയച്ചാൽ പിന്നെ ശീലാവുമേ. കണ്ടോ, ഒരാൾ കടന്ന് കരയണ്, ഒരാൾ ഇരുന്ന് കരയണ്. ഇനി കരച്ചിന് മാറണമെങ്കിൽ അംഗൻവാടിയിലെത്തി കുറച്ച് കഴിയേണ്ടി വരും. അങ്ങനെ അവർ പോയി കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് ഓർഡർ ഉണ്ട്. ഒരു 200 ഉണ്ണിയപ്പത്തിനാണ്. നേരം 10 മണിയല്ലേ, മാവ് ഒന്ന് അരച്ച് വെക്കും വേണമല്ലോ. അങ്ങനെ 2 കിലോ അരി വെള്ളത്തിൽ ഇന്നലെ തന്നെ രാത്രി തന്നെ ഇട്ട് വെച്ചിരുന്നു കേട്ടോ. അരി നല്ലോണം കുതിരണം, അപ്പോഴേ ഉണ്ണിയപ്പം ശരിയാവുള്ളൂ. അപ്പോൾ അതൊക്കെ കേൾക്കിങ്ങാണ്ട് 2 കിലോ ഉണ്ട്. പകുതിയൊക്കെ ഞാൻ ഊറ്റി ഓട്ടക്കൊട്ടയിലൊക്കെ ആക്കി വെച്ചിക്കണം. അപ്പം നമുക്ക് ശർക്കര ഉരുക്കാൻ വെക്കാം. അപ്പോൾ ശർക്കര ഒരു 2 കപ്പ് അരിക്കാണെങ്കിൽ ഒരു 350 ഗ്രാം ശർക്കര എടുക്കണം. അപ്പോൾ അങ്ങനെ എനിക്ക് 2 കിലോയിൽ ഒരു 1.25 അടുത്ത് അയക്കണം. അങ്ങനെ അതിക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചിക്കണം കേട്ടോ. ഞാൻ 2 കപ്പ് വെള്ളം ഒഴിച്ച് കണ്ടൊന്ന് ഉരുക്കാൻ വെക്കാം. അത് ഉരുകി വരുമ്പോഴത്തേനും നമുക്ക് അരിയൊക്കെ അരച്ചുകൊണ്ട് റെഡിയാക്കി വെക്കുക. എന്തായാലും 2 കിലോനും കൊണ്ടൊരു 230 ഉണ്ണിയപ്പം എന്തായാലും ചൂടാം. എനിക്ക് പേടിയാണ് ഉണ്ടാവില്ല എന്നൊക്കെ തോന്നിയിനി. കാരണം നമുക്ക് ഒരാൾക്ക് കൊടുക്കുമ്പം എണ്ണം പറഞ്ഞാൽ എന്തായാലും തയ്ച്ച് കൊടുക്കണമല്ലോ. അങ്ങനെ മിക്സിൻ്റെ ജാർക്ക് അരിയൊക്കെ ഇട്ട് കൊടുത്ത്, ഇതിപ്പോൾ 2 കപ്പ് അരിയാണ് കേട്ടോ. അതിക്കൊരു 3-4 ഏലക്ക ഇട്ട് കൊടുത്തേക്കണ്. പിന്നെ കുറച്ച് നല്ല ജീരകം ഒരു 1/4 ടീസ്പൂണാണ്. അപ്പോൾ 2 കപ്പ് അരിക്ക് വെച്ചുകൊണ്ട് ഇങ്ങനെയാണ് ഞാൻ മാവ് അടിച്ച് വെക്കുന്നത്. ഇതൊക്കെ ഒരു 3 മൈസൂർ പഴം, ചെറിയ പഴമാണ്, അത് 3 എണ്ണം. പിന്നെ 2 കപ്പ് വെള്ളം ഒഴിച്ചിക്കണം. എന്നിട്ട് നല്ലോണം ഫൈനായി അരക്കുക. നല്ലോണം അരയണം ഉണ്ണിയപ്പത്തിന്. നല്ലോണം അരഞ്ഞാലേ ഉണ്ണിയപ്പം ശരിയാവുള്ളൂ, നല്ല സോഫ്റ്റായി വരുള്ളൂ. അങ്ങനെ ഒരു ട്രിപ്പ് അരച്ചു. ഇനി ബാക്കിയുള്ള അരിയൊക്കെ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ അതും ഫുൾ അരക്കട്ടെ. ഞാൻ 1.5 കിലോ ശർക്കര എടുത്തപ്പം പിന്നെ മധുരമില്ല തോന്നിയിട്ട് പിന്നെ ഞാൻ എടുത്തേക്കുക. അങ്ങനെ 1.25 കിലോൻ്റെ ശർക്കര ഒഴിക്കണം. അങ്ങനെ അത് അരിച്ചിങ്ങാണ്ട് ഞാൻ വേറെ പാത്രത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇതിങ്ങനെ മാവൊക്കെ ഒഴിച്ചാൽ മതി. ഞാൻ വീഡിയോ എടുക്കണോണ്ട് 2 കൈ കൊണ്ട് എനിക്ക് ശരിയാവണില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു പാത്രത്തേക്ക് ഇത് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഈ ശർക്കര ചൂടോടുക്കാൻ മാവൊക്കെ ഒഴിച്ചു കൊടുക്കണം. മാവക്ക് ഇതിങ്ങനെ ചൂടോടുക്ക ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു കൈ കൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കും വേണം. നിൽക്കാതെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ കട്ട കുത്തും. ഇത് ഞങ്ങളവിടെ മൈലമ്പാറ എന്ന സ്ഥലത്തെ ഒരു മന്ത്രി വരുന്നുണ്ട്. അപ്പം അവിടേക്ക് കൊണ്ടുപോകാനാണ് ഈ 200 ഉണ്ണിയപ്പം. അപ്പോൾ അവരിത് കൊണ്ടുപോയിട്ടേ അവർക്ക് നല്ലോണം ഇഷ്ടമായിക്കണ കാണാണ്ട് ഇന്നും വിളിച്ചിരുന്നു. ഇപ്പോൾ ഞാൻ ഈ വോയിസ് കൊടുക്കണം അന്നും വിളിച്ചിനി. കുറച്ച് ഇലയുടെ ഉണ്ടാക്കി തരുമോ നിങ്ങളെന്നൊക്കെ ചോദിച്ചാണ്ട്. അപ്പോൾ ഞാൻ കേക്ക് വർക്ക് ഉണ്ടായതുകൊണ്ടേ അപ്പോൾ ഞാൻ ഓർഡർ എടുത്തില്ല. 3 മണിക്കാണ് വിളിച്ചത്. 6 മണിയാകുമ്പോഴത്തേനും വേണമെന്ന് പറഞ്ഞു. കുറച്ച് രാവിലെയൊക്കെ ആണെങ്കിൽ ഞാൻ എങ്ങനെയായാലും ഉണ്ടാക്കി കൊടുത്തീനി. അങ്ങനെ നമ്മൾ മാവൊക്കെ നല്ലോണം മിക്സ് ചെയ്ത് ഇനി നമുക്കിത് കുറച്ച് മൈദ ഇട്ട് കൊടുക്കുക. മൈദ 2 കപ്പ് അരിക്ക് 1 കപ്പ് മൈദ എന്നുള്ള ലെവലിലാട്ടോ ഞാൻ എടുത്തത്. അപ്പോൾ എനിക്ക് 2 കിലോ അരിക്കുള്ള മൈദ ഞാൻ എടുത്തേക്കണം. 2 കപ്പ് അരി വെച്ച് ചെയ്യുകയാണെങ്കിൽ അതിക്ക് 1/2 കപ്പ് മൈദയാണ്. ഇത് നമ്മളെ ഈ കപ്പളവുണ്ടല്ലോ, അതിൻ്റെ 1/2 കപ്പ് മൈദ ഇട്ടത്. അപ്പം ഞാൻ 2 കിലോ ഉള്ള അരിക്കുള്ള മൈദ ഞാൻ ഇട്ടത് അളന്നുകാണ്ട്. അപ്പം ഇതിൻ്റെ മിക്സിങ് ആണ് മെയിൻ. ഈ മൈദ ഇടുമ്പോൾ ഇങ്ങനെ കട്ട കുത്തി ഇങ്ങനെ വരും, ചൂടുള്ള മാവും അല്ലേ. അപ്പം നമുക്കൊരു വിസ്ക് എടുത്തുങ്ങാണ്ടേ നല്ലോണം ഇളക്കി കൊടുക്കാം. ഇതിൽ കുറച്ച് കട്ടകൾ ഇങ്ങനെ ഉണ്ട്, അതൊക്കെ ഉടയോളം നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് അപ്പസോഡ ഇട്ട് കൊടുക്കുക അതൊക്കെ. അപ്പോൾ 2 കപ്പ് അരിക്ക് 1/4 ടീസ്പൂണ് അപ്പസോഡ കേട്ടോ ഞാൻ പറയുന്നത്. 2 കിലോ അരിക്കനുസരിച്ച് ഞാൻ ഇട്ട് കൊടുത്തേക്കണം. നിങ്ങൾ 2 കപ്പ് അരി വെച്ച് ചെയ്യുമ്പം 1/4 ടീസ്പൂണ് അപ്പസോഡ ഇട്ട് കൊടുക്കുക. അപ്പോൾ വീട്ടിലത്തെ ആവശ്യത്തിനൊന്നും ഇത്ര അധികം വേണ്ടല്ലോ. അങ്ങനെ അപ്പസോഡയൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് അത് നല്ലോണം മിക്സ് ചെയ്യുക. ഇനി ഇതൊക്കെ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് 2 കപ്പ് അരിക്ക്. അപ്പോൾ അതൊക്കെ അനുസരിച്ചിട്ടുള്ള ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തേക്കണം. ടീസ്പൂണാണ് കേട്ടോ. അങ്ങനെ അതും ഇട്ടുങ്ങാണ്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തുങ്ങാണ്ട്
ഇതൊരു 3 മണിക്കൂർ എന്തായാലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു 6 മണിക്കൂർ വെക്കുകയാണെങ്കിൽ നമുക്ക് അപ്പസോഡൻ്റെ ആവശ്യമില്ല. അങ്ങനെ മാവൊക്കെ അരച്ച് വെച്ചു. കുളി നിസ്കാരവും ചോറുവയും ഒക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ കിച്ചണിക്ക് വരുന്നത്. ഇപ്പോൾ 3 മണിയാവാനായിക്കൊണ്ട് 6 മണിക്ക് ഇത് കൊണ്ടുപോകണം. അപ്പോൾ അതിന് നമുക്ക് ചുട്ടെടുക്കണമല്ലോ. അപ്പോൾ തേങ്ങാക്കൊത്ത് വറുത്തേക്ക് ഇടും വേണം. അങ്ങനെ ഒരു ചട്ടിയെടുപ്പത്ത് വെച്ചേക്ക് 2-3 സ്പൂൺ നെയ്യ് ഒഴിച്ചിക്കണം. ഞാൻ തേങ്ങാക്കൊത്തൊക്കെ കുളിക്കാൻ പോണതിന് മുന്നേ തന്നെ ഒക്കെ സെറ്റാക്കി വെച്ചിട്ട് ഞാൻ പോയത്. അങ്ങനെ നെയ്യൊക്കെ ചൂടായി വന്നപ്പോൾ ഞാൻ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തു. തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തപ്പം എനിക്ക് തോന്നി ചട്ടി ഇത് പോരാ, ചെറിയ ചട്ടിയായിപ്പോയി. കാരണം ഒരു തേങ്ങ ഫുള്ളുണ്ട്. ഇത് 2 കിലോ അരിക്ക് ഞാൻ ഒരു തേങ്ങ ഫുള്ള് എടുത്തുക്കണം കേട്ടോ. തേങ്ങ നല്ലോണം കടിക്കണമല്ലോ. അവർ പ്രത്യേകം പറഞ്ഞിരിക്കണം തേങ്ങാക്കൊത്ത് നല്ലോണം വേണമെന്ന്. തേങ്ങാക്കൊത്തൊന്നും ഇപ്പോൾ നല്ലോണം ഇടൂല, തേങ്ങക്കൊക്കെ ഭയങ്കര വിലയല്ലേ. അങ്ങനെ നമ്മൾ തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ചട്ടി ഒന്ന് മാറ്റി കൊടുക്കാം. ഒന്നിൽ ആവശ്യമായിങ്ങാണ്ട് ഇളക്കി മറിക്കണമെങ്കിൽ ഈ ചട്ടി പറ്റൂല. അങ്ങനെ ചട്ടിയൊക്കെ മാറ്റി കൊടുത്തു. നമുക്ക് ഈ ചട്ടിയിലിട്ടുങ്ങാണ്ട് നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് തേങ്ങാക്കൊത്തൊക്കെ ഒന്നും ചൂടായി വന്നിട്ട് ഞാൻ പിന്നെ സിമ്മിലാക്കിയിട്ടാട്ടോ അത് ഇളക്കിയെടുക്കണത്. നല്ല ബ്രൗൺ കളറാവോളം ഇളക്കണം. ഇതൊക്കെ ഇനി ഒരു ഐറ്റം കൂടി ചേർക്കാൻ കേട്ടോ, എള്ള്. അങ്ങനെ ഇത് നല്ലോണം ബ്രൗൺ കളറായി. ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ടാട്ടോ ഞാൻ എള്ള് ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് ആ ചൂടിലിട്ടുങ്ങാണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. എള്ള അങ്ങനെ തന്നെ വറുക്കാതെ അങ്ങനെ തന്നെ ചേർക്കുകയൊക്കെ ചെയ്യുക. ഞാൻ പിന്നെ ആ ചൂടൊക്കെ ഇട്ടുങ്ങാണ്ട് ഒന്നുകൊണ്ട് വറുത്തെടുത്ത് നെയ്യൊക്കെ ഇട്ടാൽ ഒന്നും കൂടി രസയിക്കാരം. അങ്ങനെ അതൊക്കെ അയക്ക് ഒഴിച്ചെടുത്തിട്ട് നമുക്ക് നല്ലോണം എല്ലായിടത്തേക്കും ഇപ്പോൾ എള്ളും പിന്നെ തേങ്ങാക്കൊത്തൊക്കെ ആവണമല്ലോ. അപ്പോൾ നല്ല മിക്സ് ചെയ്യുക. ഇത് 6 മണിയാകുമ്പോഴത്തേനെ ചുട്ടുങ്ങാണ്ട് പാക്കാക്കി കൊടുക്കണം. ഈ സമയമായപ്പോഴത്തേനെ മക്കളെ കൊണ്ടുവരാനായിക്കണം കേട്ടോ. 3:15 ആയിക്കണ്. 3:30 വിടും. അപ്പോൾ മോനുണ്ടായതുകൊണ്ട് ഓൻ കൊണ്ടുവരാറുങ്ങാണ്ട് ഓൻ പോയിക്കണ്. അല്ലെങ്കിൽ ഞാൻ തന്നെ പോകണമല്ലോ. അങ്ങനെ മിക്സിങ് ആണിത് മെയിൻ. കാരണം ഈ എള്ളും തേങ്ങയൊക്കെ മാവ് ഇത് വലിയ ചെമ്പല്ലേ, അതിൻ്റെ അടിയിലൊക്കെ ആവണമല്ലോ. നല്ലോണം മിക്സ് ചെയ്യാണ് ഞാൻ. അങ്ങനെ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചങ്ങാണ്ട് ചട്ടിയൊക്കെ ചൂടായപ്പോൾ ഞാൻ ഓയിലൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ്. 2 കിലോ അരിക്ക് 1 ലിറ്റർ ഓയിലാണ് ഞാൻ കൊണ്ടുവന്നത്. അത് 750 ഗ്രാമേക്ക് ചിലവായിട്ടുള്ളൂ. 1 ലിറ്റർ ചിലവായിട്ടില്ല. അങ്ങനെ എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തങ്ങാണ്ട് ചൂടായി വരട്ടെ. അപ്പോൾ നമ്മളെ മാവുണ്ടല്ലോ, ഈ ദോശമാവിൻ്റെയും കാട്ടിലും ഒന്നും കൂടി ലൂസാവണം കേട്ടോ. ദോശമാവ് കുറുകിയും കൊണ്ടല്ലേ, അതിലേറെ ഒന്നും കൂടി ലൂസാവണം. അപ്പോൾ അങ്ങനെ എണ്ണയൊക്കെ ചൂടായപ്പോൾ ഞാൻ ഗ്ലാസ്സിൽ ഒഴിച്ചങ്ങാണ്ട് കേട്ടോ ഒഴിച്ചു കൊടുക്കണത്. നമ്മളെ കയ്യിലെടുക്കുകയാണെങ്കിൽ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കയ്യിലുകൊണ്ട് മുക്കണ്ടേ. അപ്പം ഗ്ലാസ്സിലാവുമ്പോൾ ഒരു ട്രിപ്പിന് തന്നെ അങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ സെറ്റ് ഭാഗം ഒഴിച്ചു കൊടുത്തിട്ട് ലാസ്റ്റാണ് നടുക്ക് ഒഴിച്ചു കൊടുത്തത്. കാരണം നടുക്ക് നല്ല ചൂടല്ലേ. ഇക്കാരം ഉണ്ണിയപ്പം ശരിയാവാതെ നിൽക്കണവരെ ഇതൊന്നും ഉണ്ടാക്കി നോക്കണ്ടേ, ഇതെന്തായാലും ശരിയാവും. അങ്ങനെ ഇതൊന്ന് ചൂടായി വന്നേക്കെ നമുക്ക് മറിച്ചിട്ട് കൊടുക്കണം. നല്ലോണം അടിയിൽ ക്രിസ്പി ആവരുത്. അതിൻ്റെ മുന്നേ തന്നെ നമുക്ക് ഇത് അങ്ങനെ മറിച്ചിട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ തിരിച്ചും മറിച്ചും അങ്ങനെ ഇട്ടെടുത്ത് ബ്രൗൺ കളർ ആവണമല്ലോ. നല്ലോണം ബ്രൗൺ ആവും ചെയ്യരുത്. പിന്നെ നമ്മൾ കോരി വെക്കുമ്പം തന്നെ ഒന്ന് നിന്നുങ്ങാണ്ട് ബ്രൗൺ ആവും. അങ്ങനെ അത് ചുട്ടെടുക്കാൻ ഒരു 2 മണിക്കൂർ ടൈം എടുത്തുക്കണ്. നല്ല ക്ഷമ വേണം അടുപ്പത്ത് ഇങ്ങനെ നിന്ന് ചൂടത്ത് ഇങ്ങനെ ചുട്ടെടുക്കാൻ. അതിൻ്റെ ഇടയിൽ മക്കളൊക്കെ വന്ന് അവർക്ക് ചായ കൊടുക്കുന്നുണ്ട്. ആ പണികളൊക്കെ ഉണ്ട്. ഒക്കെ പാടതിൽ കാണിക്കുകയാണെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്തായി പോകും. ഈ നെയ്യപ്പാണെങ്കിലും കലത്തപ്പാണെങ്കിലും ഉണ്ണിയപ്പാണെങ്കിലും ഒക്കെ ശരിയാവണമെങ്കിൽ അരി നല്ലോണം കുതിരണം. നമ്മളുണ്ടല്ലോ പെട്ടെന്ന് അരി കുതിർത്ത് അല്ലെങ്കിൽ തിളച്ചെള്ളം പറന്നുകൊണ്ട് അരി കുതിർത്തണ്, അപ്പോഴൊന്നും ഇത് ശരിയാവില്ല. ഇത് ഈ ഉഷാറ് അതിനുണ്ടാവില്ല. നല്ല സോഫ്റ്റായി വരണമെങ്കിൽ അരി നല്ലോണം കുതിരന്നെ വേണം. അപ്പം വൈകുന്നേരം കൊടുക്കാനാണെങ്കിൽ രാവിലെ തന്നെ മാവൂട്ടി വെക്കണം. അപ്പം നമ്മൾ തലേന്ന് വെള്ളത്തിലിടണം. പിന്നെ ഒരു 100 ഉണ്ണിയപ്പം 200 ഉണ്ണിയപ്പമൊക്കെ വേണം കേട്ടോ നമുക്ക് ഓർഡർ. എന്നാലേ ഇതിന് മെനക്കെട്ടാൽ ശരിയാവുള്ളൂ. കുറച്ചൊന്നും ആണെങ്കിൽ നമുക്ക് നഷ്ടേക്കാരം. കുറച്ചൊന്നും ഞാൻ ചെയ്ത് കൊടുക്കലുമില്ല. ചിലവർ ഗൾഫൊക്കെ കൊണ്ടുപോകാൻ അങ്ങനെ ചോദിക്കലുണ്ട്. അങ്ങനെ 100 200 സ്റ്റാർട്ടിങ് തന്നെ 100ആണ്. നമുക്ക് 50 അങ്ങനെ ഒന്നും ചുട്ടിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഒരു ലാഭം ഉണ്ടാവില്ല. നമ്മളിങ്ങനെ ചൂടത്ത് നിന്ന് മെനക്കെടുന്നതിന് എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് വേണ്ടേ. അങ്ങനെ ഉണ്ണിയപ്പമൊക്കെ ബ്രൗൺ ആയിക്കണ്ട് ഞാൻ കോരി മാറ്റണം. ഈ കളറിൽ കോരി മാറ്റണം. കണ്ടോ നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പം ഇരിക്കണേ. പപ്പടക്കോലുകൊണ്ട് ഇങ്ങനെ കുത്തിയെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം. ഇത് അറിയാത്തവർക്കട്ടെ ഞാൻ ഡീറ്റെയിൽസ് ആയിങ്ങാണ്ട് പറഞ്ഞു തരുന്നേ. അറിയണവരൊക്കെ ഒന്ന് ക്ഷമിക്കുക. അങ്ങനെ അത് കോരി മാറ്റി പിന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യാനല്ലേ നമുക്ക് പണി. അങ്ങനെ അടുത്ത ട്രിപ്പ് ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഉണ്ണിയപ്പം രാവിലെ കൊടുക്കാനാണെങ്കിൽ രാത്രി തന്നെ അരി അരച്ച് വെക്കണം. എന്നാലേ ഉണ്ണിയപ്പം ശരിയാവുള്ളൂ. അങ്ങനെ ഉണ്ണിയപ്പമൊക്കെ റെഡി ആയിക്കൊണ്ടേ നിൽക്കുകയാണ്. നമുക്കിത് ചൂടാറിയിട്ട് വേണം പാക്ക് ചെയ്യാൻ. കണ്ട ഉണ്ണിയപ്പം സെറ്റ് ആയിക്കണം. ഈ ചെമ്പ് നിറച്ച ഉണ്ണിയപ്പം ഉണ്ട്. ഇത് വീഡിയോസിൽ ചെറിയൊരു ചെമ്പായിട്ടാണ് കാണുന്നത്. ഇത് നല്ല വലിപ്പമുള്ള ചെമ്പാണ്. 3 കിലോ ബിരിയാണി വെക്കണ ചെമ്പാണ്. അങ്ങനെ പെട്ടിയൊക്കെ അവിടെ സെറ്റാക്കി വെച്ചിനി. അങ്ങനെ ചൂടാറിനല്ലോ ഇത് പാക്ക് ചെയ്യാൻ. അപ്പം 5:45 ആയിക്കണ്. 6 മണിക്ക് അവരിവിടെ എത്തിക്കണ്.
അങ്ങനെ ഉണ്ണിയപ്പം ഫുള്ള് എണ്ണിങ്ങാണ്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. 200-നല്ലേ, അപ്പോൾ ഫുള്ള് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു 230 ഉണ്ണിയപ്പം ഉണ്ടായിന് ഇതേറ്റ്. ഞാൻ 2 കിലോന് അളവ് പറഞ്ഞതിൽ നമ്മളെ കയ്യിൽ നിന്ന് ഒരു സാധനം നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ട് അവരെ കൊണ്ടുപോയിട്ട് അതിൻ്റെ റിവ്യൂ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. ഇവരങ്ങനെ വിളിച്ച് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പിന്നെയും തോന്നും. അങ്ങനെ അവർ താഴെ എത്തിക്കണാണ് വിളിച്ചിനി. അപ്പോൾ ഞാൻ ഈ ബോക്സ് മോനോട് കൊണ്ടുപോയി കൊടുക്കാൻ പറയുന്നത്. അപ്പോൾ അവൻ അതൊക്കെ കൊണ്ടുപോയി കൊടുത്ത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പം പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.